ഇതേപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മറ്റാരും യൂസ് ചെയ്യാത്ത സ്ട്രാറ്റജീസ് ലൈക്ക് ഓൾ സ്ട്രാറ്റജീസ് സാർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്ത് ചെയ്യുക എനിക്കിപ്പോൾ ഒരു മണിക്കൂർ പഠിച്ചു, എൻ്റെ ബ്രെയിൻ ഒന്ന് എക്സോസ്റ്റ് ആയെന്ന് തോന്നി കഴിഞ്ഞാലും പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ പുഷ് ചെയ്യും. അപ്പം എനിക്ക് ടാർഗറ്റ് വെച്ചാൽ ആ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഫ്രണ്ട്സിനെ കാണാൻ പോവുള്ളൂ, അല്ലെങ്കിൽ മൂവീസിന് പോകുള്ളൂ. അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു റിവാർഡാണ്. ഒരു കുട്ടി എത്ര മണിക്കൂർ ഈ ഒരു ഇതിനുവേണ്ടി പഠിക്കാതിരിക്കണം? അത് ഡിപ്പെൻസ് ആണ്. അത് എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എത്ര മണിക്കൂർ എടുക്കണോ അത്രയും മണിക്കൂർ നമ്മൾ പഠിക്കണം. ഹായ് ഗൈസ്, ഞാൻ ബാഹിർ അഹമ്മദ് ഷംസ്. എൻട്രി ബാങ്കിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള വ്യക്തിയാണ്. കാരണം ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും ഡ്രീം ജോബാണല്ലേ. സോ അതിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് തൻ്റെ പാഷന് പിറകെ പോയൊരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ സതീഷ് കുമാർ. സർ, വെൽക്കം ടു ദ ഷോ. ഹൗ ആർ യു സർ? ഫൈൻ. അപ്പോൾ സർ, ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇൻസ്പിറേഷനാണ് സാർ എന്ന് പറയുന്നത്. കാരണം ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബിൽ നിന്നിട്ട് ഒരു കംപ്ലീറ്റ്ലി ഇപ്പോൾ എനിക്കൊക്കെ ഞാനൊരു ബാങ്കിങ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ സ്റ്റെബണായിട്ട് നിന്ന് പോവും. കാരണം ലൈഫ് സെക്യൂർഡ് ആണല്ലോ. അപ്പോൾ അതിൽ നിന്നിട്ടൊരു മെൻറ്ററിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒരു ടഫ് ഡിസിഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം മുതൽ ചോദിച്ചു വരാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്, സാർ അറൗണ്ട് 36 എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്രാക്ക് ചെയ്ത എക്സാം ഏതായിരുന്നു? അപ്പോൾ എങ്ങനെ ഈ ഒരു കോൺഫിഡൻറ്റ് കിട്ടിയൊന്ന് നമുക്ക് പറഞ്ഞുതരാമോ? ഓക്കെ, എക്സാം ക്രാക്ക് ചെയ്യാനുള്ളൊരു റീസൺ പറയണമെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറിയും കൂടെ പറയണം. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ശരീരത്തിന് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. എനിക്ക് നട്ടലിന് ചെറിയൊരു ക്ഷതം പോലെ വന്നു. +2 വരെയൊക്കെ ഞാൻ വളരെ ആവറേജ് ആയിട്ട് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനൊരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനറാണ്. പക്ഷേ എങ്കിലും 10th എൻ്റെ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ സബ്ജക്ട് ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഞാനൊക്കെ ആണെങ്കിൽ മാത്സ് ആയിരിക്കും. മാത്സ് തന്നെയായിരിക്കും. അപ്പോൾ പലരും ചോദിക്കുന്നത് എങ്ങനെ മാത്സ് ടഫായിട്ട് മാത്സിൽ മാർക്ക് കുറവായിട്ടും എങ്ങനെയാണ് അതിലേക്ക് വന്നത്? ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ് തന്നെയായിരുന്നു. ഈവൻ +2 പഠിക്കുന്ന സമയത്ത് ഏറ്റവും മോശമായിട്ട് പഠിക്കുന്ന മാത്സ് ഏറ്റവും മോശമായിട്ട് ചെയ്യുന്ന 2 വ്യക്തികളിൽ ഒരാളായിരുന്നു. ബാക്ക് ബെഞ്ചർ ആയിരുന്നു. 40 പേരുള്ള ക്ലാസ്സിലെ മാത്സിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 39th, വേറൊരു പയ്യൻ 40. അത് നമ്മുടെ കാൽക്കുലേഷൻ അല്ല, നമ്മുടെ ടീച്ചേഴ്സിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച്. CBSE സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും തന്നെ സ്കൂളിന്റെ ഒരു മാനം കളയോ എന്നുള്ളൊരു പേടി അവർക്കുള്ളത് കൊണ്ട് അവർ ഈ മോഡൽ എക്സാംസും പിന്നെ സ്പെഷ്യൽ ക്ലാസ്സസും ട്യൂഷൻസ് ഒക്കെ ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. +2 കാര്യമാണ് പറയുന്നത്. മാത്സിന് മറ്റ് സബ്ജക്ട്സ് അല്ല, മാത്സിന് ഉണ്ടായിട്ടുണ്ട്. ഇനി എന്നെക്കാളും മോശമായിട്ട് പഠിച്ച ആള് ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലെ ആള് ഡോക്ടറാണ്. അത് വേറെ വിഷയം. അടിപൊളി. അത് വലിയൊരു കഥയിലേക്ക് വരാം. +2 വരെ ഒരു ആവറേജ് ലൈഫ് ആയതുകൊണ്ട് ഡിഗ്രി എത്തുമ്പോൾ ഞാൻ തീരുമാനിച്ചു നന്നായിട്ട് പഠിച്ച് മുന്നേറാൻ തീരുമാനിച്ചു. കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻസ് ഇല്ല. നല്ലൊരു ജോലി കിട്ടി പോവാന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം ഞാൻ മൂത്ത മകനും കൂടി ആയതുകൊണ്ട് ഫാമിലി റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. പക്ഷെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ഫുട്ബോൾ മാച്ചിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. എനിക്ക് ഒരു കിക്ക് അടിച്ചപ്പോൾ വന്നൊരിതാണ്. നട്ടലിന് ചെറിയൊരു ക്ഷതം വന്നു. 2 വർഷത്തോളം ഞാൻ ഓൾമോസ്റ്റ് പാരലൈസ്ഡ് ആയിരുന്നു. അപ്പം എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പോയപ്പോഴും ഡിഗ്രി 3rd ഇയർ കഴിയുന്ന സമയത്തും ഞാൻ ഫസ്റ്റ് ഇയറിലെ പേപ്പറുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. 2 വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഞാൻ പുറം ലോകമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ അമ്മയും എന്നുള്ളൊരു ലോകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ നിന്നാണ് എനിക്കൊരു പഠിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ വന്നത്. അല്ലെങ്കിൽ നോർമലി ഏതൊരു സ്റ്റുഡൻറ്റിനെ പോലും നമ്മളും ഒരു ജീവിതം അടിച്ചു പൊളിച്ച് പോകാന്നുള്ളതായിരുന്നു. എന്നെ സംബന്ധിച്ച് ഓപ്ഷൻസ് കുറവാണ്. പിന്നെ നമുക്ക് അന്ന് നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മൊബൈലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല ഇന്നത്തെ. വർഷം അറൗണ്ട് 2006. ഓക്കെ, അന്ന് എനിക്ക് 5 വയസ്സാണ്. അന്നൊക്കെ ആ ഒരു ബൂം വരുന്നേ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് പുസ്തകം വായന എന്നുള്ളതാണ്. 2 വർഷം വെറുതെ വീട്ടിൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ലോകം എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും പിന്നെ ഈ ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി തന്നാണ്. അന്നാണ് ഈ ഇതിനോടുള്ള ഒരു പാഷൻ എനിക്ക് വന്നത്. എനിക്ക് മാത്സ് എനിക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡായിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഫോർമുലാസ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാലോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താലാണ് മാർക്ക് കിട്ടുള്ളൂ. ഞാൻ ചിലപ്പോൾ 1-2 സ്റ്റെപ്പിൽ മാത്രം ആൻസർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയും കൂടി ആവുമ്പോൾ ടീച്ചർമാരുടെ ധാരണ എന്ന് പറയുന്നത് ആ കുട്ടി പറഞ്ഞു തന്നാന്നുള്ള ധാരണയായിരുന്നു. പക്ഷെ സ്പീഡ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കലാണ് നമുക്ക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നത് എനിക്ക്.
ഓക്കെ. അങ്ങനെ ഒരു ഡിഗ്രി ഞാൻ സാധാരണ എല്ലാവരും 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഡിഗ്രി ഞാൻ പറയും പഞ്ചവത്സര പദ്ധതിയാന്ന് പറയും. എനിക്ക് 5 വർഷം എടുത്തു. 5 വർഷം കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എക്സാംസ് എഴുതാൻ പറ്റുമായിരുന്നില്ല. ഒരു ദിവസം പോയി എക്സാം എഴുതി വന്നില്ല. എൻ്റെ എക്സാം സെന്റർ കുറച്ച് ദൂരമായിരുന്നു, എനിക്ക് ആലുവയിലായിരുന്നു എനിക്ക് എക്സാം സെന്റർ. ബസ് പിടിച്ച് വരണം. ഇന്നൊരു എക്സാം എഴുതി കഴിഞ്ഞാലും എനിക്കൊരു 1-1.5 മണിക്കൂറിന് മേലെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം എക്സാം ഉണ്ടെങ്കിൽ അതെനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും, പോകാൻ പറ്റില്ല. അങ്ങനെ 5 വർഷം കൊണ്ടാണ് ഡിഗ്രി ഞാൻ എഴുതിയെടുത്തത്. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഓപ്ഷൻസും വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് എക്സാംസിലേക്ക് വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, എൻ്റെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന എൻ്റെ ഒപ്പമുള്ള സ്റ്റുഡൻസ് അവർ LD ക്ലർക്കിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അന്നൊക്കെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ എക്സാമിന് നമ്മൾ തപാൽ വഴി നമ്മൾ അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ ഡിഗ്രി കഴിഞ്ഞിരിക്കണം, എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ആ പോയ വർഷം അവരെന്നോട് പറഞ്ഞു, എന്തായാലും നീ വന്നതല്ലേ, നീ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യടാന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. യാദൃച്ഛികമായിട്ട് നമ്മളത് ഫില്ല് ചെയ്യണം, നമ്മൾ അയക്കണം, നമ്മൾ എക്സാം വരണം, നമ്മൾ എക്സാം എഴുതണം. ഞാൻ ആദ്യമായിട്ട് ക്രാക്ക് ചെയ്ത എക്സാമാണ് LD ക്ലർക്കിന്റെ എക്സാമാണ് ക്രാക്ക് ചെയ്തത്. പക്ഷെ അതിന്റെ റിസൾട്ട് ഒക്കെ വന്നത് നമുക്ക് അറിയാലോ, ഗവൺമെന്റ് എക്സാംസ് ആണ്, കുറച്ച് സമയം നമുക്ക് എടുക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICICI ബാങ്കിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാക്കനാടായിരുന്നു എൻ്റെ എക്സാം സെന്റർ. അന്ന് ഓൺലൈനായിരുന്നു എക്സാം. അപ്പോൾ അത് ഞാനൊന്ന് എഴുതാനായിട്ട് വന്നു. ഏകദേശം ഒരു 20-21 വയസ്സുള്ള സമയത്ത് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ എക്സാം ഞാൻ എഴുതി, ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഓൾ കേരള ലെവലിൽ 92 പേരാണ് അവർ സെലക്ട് ചെയ്തവർ. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു തോന്നലുണ്ടായി. കാരണം ഞാൻ അത്രയും നാൾ ചിന്തിച്ചിരുന്നത് ഡിഗ്രി പോലും പൂർത്തിയാക്കാൻ പറ്റാതെ നടന്നിരുന്നവർ ഞാൻ, എൻ്റെ ഒപ്പമുള്ളവർ, എൻ്റെ കസിൻസ് ഒക്കെ എൻ്റെ പ്രായമാണ്. അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. അപ്പം എല്ലാവരും ആ ബിടെക് ആ മേഖലയിലേക്ക് പോയി. ഞാൻ മാത്രം ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു കുടുംബത്തിന് ബാധ്യമായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഈ ഒരു എക്സാമിൽ ഓൾ കേരള ലെവൽ 92 എന്നുള്ള റാങ്കിലേക്ക് വന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ചെയ്യാം, ഓക്കെ ഞാൻ എന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ വന്നു, മോട്ടിവേഷൻ കയറി. അത് കഴിഞ്ഞ് ഓരോരോ റൗണ്ട്സ് വന്നു. ഓരോ റൗണ്ട്സ് മീൻസ് ഇന്റർവ്യൂ സെഷൻ ഉണ്ടായിരുന്നു, GD ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് പല പല കാര്യങ്ങൾ പഠിച്ചു നമ്മൾ. അവസാനം ഒരു ടോപ്പ് 40 എന്നുള്ളതിലേക്ക് വന്നു. പക്ഷെ 30 പേരാണ് അവർ എടുത്തത്. ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ തള്ളിപ്പോയി. പക്ഷെ എനിക്കതൊരു കോൺഫിഡൻസ് തന്നു. എനിക്കൊരു ടോപ്പ് 40ലേക്ക് എത്താൻ പറ്റുമെങ്കിൽ ഇതാണ് എൻ്റെ മേഖല, കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് മേഖല, നമുക്കൊന്ന് എഴുതാം എന്നുള്ളൊരു ഇത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് രാജഗിരി കോളേജിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ന്യൂസ് കിട്ടാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് തന്നെ ഓൺലൈൻ പ്രസൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ രാജഗിരി കോളേജ് നല്ല കോളേജിൽ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. രാജഗിരി കോളേജ്, SCMS കോളേജ്, ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ഒരു ഇതാണ്. അപ്പൊ ഈ രാജഗിരി കോളേജ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്, ഏതാണ് സ്ഥാപനം എന്ന് പോലും അറിയില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്കിനാണ് എടുക്കുന്നത്. ആ ബാങ്ക് മീൻസ് UK നമ്പർ 1 ആണ്. ഓൾ വേൾഡ് നോക്കുകയാണെങ്കിൽ 6th ആണ് ബാങ്കിന്റെ വലിപ്പം എന്ന് പറയുന്നത്. നമ്മുടെ SBI ആണല്ലോ നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത്. അന്നത്തെ സമയത്ത് വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 80-90 ഒക്കെ റാങ്ക് ഓൾ വേൾഡിൽ വരുന്നത്. പക്ഷെ ഈ ബാങ്ക് 6th ആണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ അപ്പോഴാണ് അറിയുന്നത് ഇന്നൊരു സ്ഥാപനമാണ്, ഇതിന് അവർക്ക് റിക്രൂട്ട്മെന്റ് വഴി അവർക്ക് ഒരു 5-6 ആൾക്കാരെ വേണം, ഇതിന് എങ്ങനെ കയറി പെട്ടെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ടാണ് എക്സാം എഴുതിയേക്കുന്നത്. കുറേ മാർക്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഓരോ വർഷത്തെയും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഞാൻ പിന്നെ കംപ്ലീറ്റ് ചെയ്തത് ഡിഗ്രി. നല്ലൊരു കോളേജ് എനിക്ക് പറയാനായിട്ട് ഇല്ല. എനിക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. എന്നെ അവർ എടുക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആഗ്രഹം അത് ചെയ്യണം എന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ റൗണ്ട് ക്ലിയർ ചെയ്ത് അന്ന് പക്ഷെ എനിക്ക് പ്ലേസ്ഡ് ആയി. 6 പേരിൽ നിന്ന് 2nd റാങ്ക് ആയിട്ടാണ് പ്ലേസ്ഡ് ആയത്. അങ്ങനെ റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ് കിട്ടി. അവർ ഇമ്മീഡിയറ്റ് പറഞ്ഞു പാസ്പോർട്ട് എടുക്കണം, മദ്രാസിലാണ് നമ്മുടെ അസൈൻമെന്റ് വരിക, അവിടെ പ്ലേസ്ഡ് ആവണം, ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സിലാക്കി, ഓക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചേക്ക് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊരു ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് 2008 സമയത്ത് അവിടെ കുറച്ചാൾ വർക്ക് ചെയ്തു, ഒരു 1 ഇയറോളം വർക്ക് ചെയ്തു ഞാൻ. ഏകദേശം 2008 സമയത്താണ് അന്ന് ഒരു എക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യം വന്നിരുന്നു. നിങ്ങളുടെയൊക്കെ ഒരു ജനറേഷൻ കുട്ടികൾക്ക് അത് അറിയുമെന്നുള്ള എനിക്ക് അറിയില്ല. ലോകം മുഴുവൻ ഭയങ്കരമായിട്ട് ബാധിച്ചു. പക്ഷെ നമ്മുടെ ഫേം എന്ന് പറയുന്നത് UK ബേസ്ഡ് ഫേം ആയതുകൊണ്ട് അവര് ആ പ്രശ്നം വന്നത് കൊണ്ട് നമ്മളെയും അത് ബാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് അവിടുന്ന് ജോലി റിസൈൻ ചെയ്തേക്ക് വരേണ്ടി വന്നു. എനിക്ക് ഇവിടെ വന്നപ്പോൾ വീണ്ടും എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ MBA ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. MBA ഇത് കഴിഞ്ഞു, അപ്പോഴത് പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഒരു ഫ്രണ്ട് പറഞ്ഞത് വഴി SBIയുടെ ഒരു പോസ്റ്റ് വരുന്നുണ്ട്, നീ ഒന്ന് അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. റാൻഡം ആയിട്ട് പോയി അപ്ലൈ ചെയ്തു, അതെനിക്ക് കിട്ടി. ആ ജോലിയാണ് ഞാൻ എൻ്റെ അടുത്ത 12 വർഷം ഞാൻ ജോലി ചെയ്തത്. ഇങ്ങനെയാണ് ഞാൻ മത്സര പരീക്ഷ രംഗത്തേക്ക് വരാനുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അടിപൊളി സർ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോയിൽ കുറേ ക്വസ്റ്റ്യൻസ് വയ്ക്കാറുണ്ട് പിള്ളേർ കമൻസ് വഴി. അപ്പോൾ അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ്,
നമ്മളിപ്പോൾ PSC എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് SSC അതേപോലെ ബാങ്കിങ് കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അത് പോസിബിൾ ആണോ ശരിക്കും? അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ക്രാക്ക് ചെയ്ത എക്സാം PSC ആണെങ്കിലും പിന്നെ ബാങ്കിങ് എക്സാമിന് എഴുതാണ് ഉണ്ടായത്. ഓക്കെ. അത് ഓരോ എക്സാമിനും അതിൻ്റേതായിട്ടുള്ള ഒരു USP ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ചെറിയ നായുണ്ട്, ഒരു വലിയ നായുണ്ട് എങ്കിൽ നമ്മൾ രണ്ടിനും 2 പട്ടിക്കൂട് പണിയേണ്ട ആവശ്യമില്ല. ഇല്ല. ഒരു വലിയ പട്ടിക്കൂട് ഉണ്ട് തന്നെ അതിൽ വലിയ നായനും ചെറിയ നായനും കയറ്റാനായിട്ട് പറ്റും. എക്സാം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് പറ്റുന്നതാണോ എന്നുള്ളത് നോക്കുക. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എല്ലാ ടോപ്പിക്സും ഈസി ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം നമുക്ക് പറ്റുന്നതാണോ, നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കി കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഒരു സത്വം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നിശ്ചയമായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഓരോന്നിനും ഒരു രീതികളുണ്ടെന്ന് മാത്രം. ആ രീതിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു അനുഭവം പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതേപോലെ ഒരു കമൻറ്റ് വന്നാണ്, ഞാനൊരു വീട്ടമ്മയാണ്, അപ്പോൾ എനിക്ക് ദിവസം കുറേ ജോലികളുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് പോകാൻ പറ്റുമോ, പഠിക്കാൻ സമയം കിട്ടുമോ, അങ്ങനത്തെ ഉള്ള ആൾക്കാരോട് സാറിന് എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഞാനിപ്പോൾ എൻ്റെ എക്സാം തുടങ്ങിയൊരു ഇത് ഞാൻ പറഞ്ഞു. എൻ്റെ ഭൂരിഭാഗം എക്സാംസും ഞാൻ ക്രാക്ക് ചെയ്തത് എൻ്റെ മാരേജിന് ശേഷമാണ്. ഓക്കെ. ഞാനൊരു ഏർലി മാരേജ് കഴിഞ്ഞ ഒരാളാണ്. 24-ാമത്തെ വയസ്സിൽ. അത് അത്ര ഏർലി അല്ല. 24-ാമത്തെ വയസ്സിൽ മാരേജ് കഴിഞ്ഞു. 25-ാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യത്തെ കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ. 25 വയസ്സിന് ശേഷമാണ് SSC എക്സാംസ് ആണെങ്കിലും ഈ പറഞ്ഞ പല എക്സാംസും ഞാൻ ക്രാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു നമ്മൾ ആലോചിക്കും, ഇപ്പോൾ വീട്ടമ്മ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ പ്രായത്തിൽ ഒരു വീട്ടച്ഛനായിരുന്നു. നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നു, ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കും നോക്കാനായിട്ട് ഉണ്ടാവുമായിരുന്നു. നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ജോലി ഇല്ലാത്ത ഒരാൾ പഠിക്കാൻ ഇരിക്കുന്ന പോലെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. ജോലി കഴിഞ്ഞ് വരുന്ന കിട്ടുന്ന ഒരു 4-5 മണിക്കൂറാണ് പറ്റുള്ളൂ. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ പാഷനാണ്. ആ എക്സാം ഇന്ന സമയത്ത് ഉണ്ടെന്ന് മുൻകൂട്ടി അറിയുകയും ആ എക്സാമിലേക്ക് എത്താനായിട്ട് ഞാൻ ഡെയിലി എത്ര മണിക്കൂർ വെച്ച് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാനൊരു തീരുമാനത്തിൽ എത്തിക്കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാനുണ്ടായത്. ഓൾമോസ്റ്റ് എക്സാമിൻ്റെ ഒരു ഡേറ്റ് ആകുമ്പോഴേക്കും തന്നെ എൻ്റെ പ്രിപ്പറേഷൻസ് പൂർത്തിയായെന്നുള്ളതാണ്. പക്ഷെ അവിടെയും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴല്ല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇത് എല്ലാ വർഷം വരുന്ന എക്സാംസ് തന്നെയാണ്. നമ്മളിത് റൗണ്ട് ദ ക്ലോക്ക് നമ്മളൊരു 6 to 8 months എങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താലാണ് ആ ലെവലിൽ നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ടൈം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അത് നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ച് നമ്മൾ ഇതാക്കിയെടുക്കും. ഇപ്പോൾ സർ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വീട്ടമ്മേൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കുട്ടി എത്ര മണിക്കൂർ ഈ ഒരു ഇതിനു വേണ്ടി പഠിക്കാതിരിക്കണം? അത് ഡിപ്പെൻസ് ആണ്. അത് എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എത്ര മണിക്കൂർ എടുക്കണോ അത്രയും മണിക്കൂർ നമ്മൾ പഠിക്കണം. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മൊബൈൽ എത്ര നേരം നമുക്ക് യൂസ് ചെയ്യണം. ഇപ്പം മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഇൻസ്റ്റാ റീൽസ് എന്നൊക്കെ കാണുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, എത്ര നേരം യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എത്ര നേരം യൂസ് ചെയ്യും? മണിക്കൂറൊന്നുമില്ല. നമ്മൾ ഒരു ഗെയിമിങ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ എത്ര നേരം നമ്മൾ ഗെയിമിങ് ചെയ്യും? നമ്മൾ അങ്ങനെ ഒരു എൻഡ് ഇല്ല. പകലും രാത്രി എന്നുള്ള വ്യത്യാസമില്ല. അതേപോലെ തന്നെ നമ്മൾ എക്സാം പ്രിപ്പറേഷൻ നമുക്കൊരു ഹരമാക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു എൻഡ് ഉണ്ടാവുന്നില്ല. കാരണം നമുക്കറിയാം പഠിച്ചെത്തേണ്ടതായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. അപ്പം അത് നമ്മൾ ഡെയിലി ഇത്ര മണിക്കൂർ എന്നുള്ളൊരു ടാർഗറ്റ് വയ്ക്കാതെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എത്ര വേണോ അത്രയും നമ്മൾ ഡെയിലി മാക്സിമം എത്രയും പറ്റും അത്രയും പഠിക്കുക. 8 മണിക്കൂർ പറ്റുമോ 10 മണിക്കൂർ പറ്റുമോ കാര്യം അത്രയും പഠിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ്. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അവരായിട്ടാണ്. ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. നമ്മളിപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഇതിനു വേണ്ടി തന്നെ അവർ ഹോസ്റ്റൽ എടുത്തിരുന്ന് രാവിലെ തൊട്ട് നമ്മൾ സിവിൽ സർവീസസിന്റെ കോച്ചിങ് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വെട്ടിച്ച് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ 4 മണിക്കൂർ 5 മണിക്കൂറിന്റെ ടൈം ഫ്രെയിം വയ്ക്കാതെ നമ്മൾ എത്രയും പഠിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ പഠിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമം നമ്മൾ നടത്തുക. അപ്പോൾ വ്യക്തമായിട്ടൊരു ആൻസർ എനിക്ക് ഇതിൽ പറയാനാണ്. മനസ്സിലായി. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ്, ഇപ്പോൾ ഞാൻ മാത്സിൽ ഭയങ്കര വീക്കാണ്. അപ്പോൾ എന്നെപ്പോലത്തെ സ്റ്റുഡൻറ്റിന് ഈ ഒരു കരിയറിലേക്ക് വരുന്നത് ഈസിയാണോ? കാരണം ഞാൻ ഭയങ്കര വീക്കാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡ് സാർ ഭയങ്കര സെക്യൂർഡാണ്. ബാങ്ക് ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്യൂർഡായിട്ടുള്ള ജോബാണ്. അപ്പോൾ അതിലേക്ക് എനിക്ക് ഈ മാത്സ് പറഞ്ഞാൽ ഭയങ്കര വീക്കാണ്. അപ്പോൾ അതിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ? ഒരു കരിയർ ഓപ്ഷനിലേക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ പൊതുവെ കേട്ടുള്ളൊരു കാര്യം, ബിടെക്കുകാരനാണെങ്കിൽ ഇതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ബാങ്ക് എക്സാംസിന്. ബികോംകാരനാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇല്ലെങ്കിൽ PGക്ക് മാത്സ് പഠിച്ച ഒരാളാണെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള മിഥ്യാധാരണകളാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ് ബാങ്ക് എക്സാംസിന് വരുന്നത്. പുതിയതായിട്ട് നമ്മൾ ഒന്നും പഠിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് സ്കൂളിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇവിടെ ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്? കാരണം രീതികളിൽ വരുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്താലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ.
ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിനല്ല പ്രാധാന്യം വരുന്നത്, കുറഞ്ഞ സമയത്തുള്ളിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ബാങ്കിങ് എക്സാമിന്റെ തയ്യാറെടുപ്പിന് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പഠിച്ച രീതികളൊക്കെ മറക്കാന്നുള്ളതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ടേ നിങ്ങൾ ആൻസറിലേക്ക് എത്തുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് കുറേ ഷോർട്ട് കട്ട്സും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് നമുക്ക് യൂട്യൂബ് വീഡിയോസും പിന്നെ ഒരുപാട് ട്യൂട്ടോറിയൽസും ഉണ്ട് എന്നുള്ളതാണ്. അതുവഴി നമ്മൾ പഠിച്ച പഴയ മെത്തേഡ്സ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ഷോർട്ട് കട്ട്സും അതുപോലെ വേദിക് മാത്സിന്റെ ഒക്കെ കുറേ ട്രിക്സ് വരുന്നുണ്ട്. ഇപ്പോഴൊക്കെ നല്ല പല പല ചാനൽസും കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക്. അതൊക്കെ നമ്മൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തിരുന്ന മെത്തേഡ്സ് തന്നെയാണത്. അതൊക്കെ നമ്മൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. മാത്സ് നിങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ളൊരു സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് മാത്സിനോട് ഒരു വെറുപ്പാണ്, മാത്സ് എനിക്കൊരു നിസ്സാരമുള്ള പ്രോബ്ലം തന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടും. ഞാൻ അല്ല, മാത്സിനോട് എനിക്ക് അത്ര വലിയ വെറുപ്പൊന്നും ഇല്ല എനിക്ക്, പക്ഷേ ആ ട്രിക്സും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, സ്പീഡ് എനിക്ക് കുറവാണ്, പക്ഷെ ഞാൻ പഠിക്കാൻ വില്ലിങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. ഞാൻ അതിനാണ് എൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞൊരു കാര്യം. അപ്പൊ അതായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത എൻ്റെ ആൻസറിലേക്ക് തന്നെ എത്താം. ഒരു ബാങ്ക് എക്സാം അതേപോലെ SSC എക്സാം ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ടഫാണ്. അതേപോലെ കൺസിസ്റ്റൻസിയും വേണം നമുക്ക്. അപ്പോൾ സാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു പ്രൈം പീരീഡ് എന്ന് പറയുന്നത് 22 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരുന്നു. 28ാമത്തെ വയസ്സിൽ ഞാൻ ഓൾമോസ്റ്റ് നിർത്തി. അപ്പോൾ ഈ ഒരു 6 വർഷത്തിനിടയിലാണ് ഇത്ര എക്സാംസ് ഞാൻ ക്രാക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയത്. ഇതിൽ ഇപ്പോൾ ഏത് ഏജാണ് നല്ലതെന്ന് പല ആൾക്കാരും ചോദിക്കും. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 23, 24, 25 ഈ ഒരു വയസ്സായിരിക്കും. അത് ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും അങ്ങനെയാണ്. പിന്നെ താഴോട്ട് പോകുന്തോറും നമ്മുടെ റിഫ്ലക്സുകൾ നമുക്ക് കുറയുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും നമുക്ക്. അപ്പം ഞാൻ എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷമാണ് പല എക്സാംസ് എഴുതിയത്. കല്യാണം കഴിഞ്ഞ് മകളായതിനു ശേഷമാണ് SSC എക്സാംസിന് എഴുതിയത്. അതെങ്ങനെയാണ് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലിയുടെ ഒപ്പം തന്നെ ഞാൻ ടീച്ചിങ്ങും ചെയ്തിരുന്നു. ഇൻഫാക്ട് ജോലി കിട്ടുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ ബാങ്ക് എക്സാംസിനെ ക്ലാസ്സസിനെ എടുത്തിരുന്നു. എൻ്റെ ഫസ്റ്റ് ബാച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആ 22ാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നത്. ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കുന്നു. അന്നത്തെ സമയത്ത് ആ ക്ലാസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഞാനാണ്. അതായത് സ്റ്റുഡൻസ് എന്നെക്കാളും പ്രായമുള്ള ഒരാളാണ്. എൻ്റെ മനസ്സിലൊരു നാണക്കേടതായിരുന്നു. ഞാൻ പറഞ്ഞതിന് അവർക്ക് എന്നെ ഒരു വില ഉണ്ടാവുമോ എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഈവൻ ടുഡേ എനിക്ക് എവിടെ അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സസ് എടുക്കുന്ന വഴി നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു 6 മാസം നിങ്ങൾ ഇതിൽ നിന്ന് ബ്രേക്ക് എടുത്ത് പോകും. നിങ്ങൾ എത്ര വർഷം അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വ്യത്യാസം ഭയങ്കരമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. നിങ്ങൾ വീണ്ടും ഒന്നീന്ന് തന്നെ നിങ്ങൾ തുടങ്ങേണ്ടതായിട്ടൊരു അവസ്ഥ നിങ്ങൾക്ക് വരും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ പഠിപ്പിക്കാതെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കരുത്, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. രണ്ടും ഡിഫറൻ്റ് ആണ്. അതാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ ഇത് പഠിക്കും. ആ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മുടെ തലയിൽ എപ്പോഴും ഇരിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആൻസർ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൽ വേറെ സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ സാർ എന്തെങ്കിലും സ്ട്രാറ്റജി യൂസ് ചെയ്തിരുന്നോ? ഇതിൽ എന്നെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് ഇപ്പോൾ പറയുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നമുക്ക്, കാരണം എനിക്ക് എൻ്റെതായിട്ട് വീക്ക് ടോപ്പിക്സ് ഉണ്ട്. ഇംഗ്ലീഷ് ഞാൻ CBSE സ്കൂളിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് ഈസി ടോപ്പിക് ആയിരിക്കും. ഇൻഫാക്ട് ഞാൻ അത് നോക്കിയിട്ടേ ഇല്ല എക്സാംസിന്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവും അതേപോലെ റീസണിങ് സബ്ജക്ട്സിൻ്റെയാണ് സമയം ചെലവഴിച്ചിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. GK ടോപ്പിക് എനിക്ക് വീക്കായിരുന്നു. പക്ഷെ നമുക്ക് അതും കൂടി ആയാലല്ലേ നമുക്ക് മാർക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GK ടോപ്പിക്സ് ഞാൻ എഴുതി പഠിക്കും. കിട്ടുന്ന വിവരം എവിടെ നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്ന വെച്ചാൽ അതൊക്കെ ഞാൻ എഴുതി നോട്ട്സ് പോലെ ഞാൻ ഉണ്ടാക്കും. ഞാൻ നോട്ട്സ് പോലെ ഉണ്ടാക്കി അങ്ങനെ പഠിക്കും. കാരണം വായിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു മടി വരികയാണ്. എഴുതി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക്, കാരണം വീണ്ടും പഠിക്കാനുള്ള ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് എന്നെ സംബന്ധിച്ച് GK. എഴുതി പഠിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഒരു ഗുണമാണ് പറയണത്, ഒറ്റ തവണ നമ്മൾ അത് എഴുതി, കാരണം ടൈം കൺസ്യൂമിങ് ആയിരിക്കാം, പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് അത് കയറി എന്നുള്ളതാണ്. ഇതൊരു ത്രൂ ഔട്ട് ഒരു പ്രോസസ്സാണ്. ഇപ്പം എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ എക്സാംസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ GKയിലെ മാർക്ക് കുറവുകൊണ്ട് എനിക്ക് പലതിലും എനിക്ക് ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ പഠിച്ച് നമുക്കൊരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു നോട്ട് പോലെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് തറവായി വൺസ് ഇതായി കഴിഞ്ഞു. എൻ്റെ ഒരു സ്ട്രാറ്റജി ഇതാണ്, പറ്റുകയാണെങ്കിൽ മാക്സിമം നമ്മൾ വായിച്ച് പഠിക്കാതെ നമ്മുടെ വീക്ക് ടോപ്പിക്സ് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതി പഠിക്കുക. വീക്ക് ടോപ്പിക്കിനെ പേടിക്കരുത്. നമുക്കുള്ള വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈസിയുള്ള ടോപ്പിക്സ് കൂടുതൽ പഠിക്കാനുള്ള ഒരു പ്രവണത വരും. വീക്കായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് പിന്നെ പഠിക്കാതെ മാറ്റി വയ്ക്കുക. അത് ചെയ്യാതെ നമ്മൾ വീക്ക് ടോപ്പിക്സ് നമ്മൾ ആദ്യമേ പഠിക്കുക. കാരണം മറ്റത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് എഫക്റ്റീവ് ആവുക വെച്ചാൽ ആ രീതി നമ്മൾ അവലംബിക്കുക. അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ഓക്കെ. അതേപോലെ തന്നെ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് പ്രോബ്ലംസ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള സ്പീഡ് ആൻഡ് അക്യുറസി സാറ് വർദ്ധിപ്പിക്കാനെടുത്ത ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ?
പലരും എന്താണെന്ന് വെച്ചാൽ ഈ എക്സാംസിന് വരുമ്പോൾ സ്പീഡ് കൂട്ടണം എന്നാണ് പറയും. പക്ഷേ അക്യുറസിക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് പലരും കൊടുക്കാറില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചോദ്യം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ ചോദ്യം നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് ആൻസർ കറക്റ്റായിട്ട് എടുക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. ആൻസർ കറക്റ്റ് ആക്കുക. നിങ്ങൾക്ക് എടുക്കുന്ന സമയം എത്രയാണോ അത്രയും ആവട്ടെ. പക്ഷെ അടുത്ത പ്രാവശ്യം ആ ചോദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിലും കുറച്ച് സമയം എടുക്കാൻ നോക്കുക. നമ്മൾ അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു പുതിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആക്യുറസിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ മാത്രം അത് തറവായി, എനിക്ക് ആ ടോപ്പിക്ക് തറവായി, എനിക്ക് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്പീഡ് നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി സ്പീഡ് എന്ന് പറയുമ്പോഴും അത് ഡിഫേഴ്സ് ആണ്, ഓരോരുത്തർക്കും ഓരോ സ്പീഡ് ഉണ്ടെന്നുള്ളതാണ്. നമ്മളെപ്പോഴും തെറ്റിക്കാനുള്ള കാര്യം എന്താണ്, നമ്മുടെ സ്പീഡിനേക്കാൾ ഉപരിയായിട്ട് വേറൊരാളുടെ സ്പീഡ് നമ്മൾ അനുകരിക്കാൻ നോക്കുമ്പോഴാണ് നമുക്കവിടെ എറേഴ്സ് വരുന്നത്. നമുക്ക് നമ്മുടെ ഒരു സ്പീഡ് ഉണ്ടെന്നുള്ളതാണ്. പെട്ടെന്ന് ചാടിക്കയറി വേറൊരാളുടെ സ്പീഡിലേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ സ്പീഡിൽ തന്നെ നമ്മൾ ആൻസർ ചെയ്യുക നമ്മൾ. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ സ്പീഡ് നമ്മൾ പതുക്കെ കൂട്ടി കൊണ്ടുവന്ന് നമുക്ക് എടുക്കുന്ന ടൈം നമ്മൾ കുറച്ച് കൊണ്ടുവരാം. അത് ഞാൻ പറഞ്ഞാൽ ഇത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു 2 മാസത്തുള്ള എക്സാം എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഒന്നും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളൊരു 1 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 8 മാസം മുമ്പേ തൊട്ട് നമ്മൾ തുടങ്ങി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ്. അപ്പോൾ സർ, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ എക്സാം എഴുതാറുണ്ട്. അപ്പോൾ അതേപോലെ ഭയങ്കര ടഫായിട്ട് എക്സാമാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് സാറ് ആ സമയത്ത് പ്രഷർ എങ്ങനെയാണ് സാർ ഹാൻഡിൽ ചെയ്തത്? മെയിനായിട്ട് പ്രിപ്പറേഷൻ തന്നെയാണ്. ഞാൻ ഒരു എക്സാമും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാവില്ല ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. 1 വർഷം മുമ്പ് ഒരു 8-9 മാസം മുമ്പ് നേരത്തെ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഏത് എക്സാം വന്നാലും ആ എക്സാം ഡേറ്റിൻ്റെ ഒരു 2 ദിവസം മുമ്പെങ്കിലും എൻ്റെ കറക്റ്റ് പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ നോക്കി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എത്ര ടഫ് ആവണമെന്ന് എന്നെ സംബന്ധിച്ച് പ്രശ്നം വരുന്നില്ല. ഞാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് മൈൻഡിലാണ് ഞാൻ പോയി എക്സാം എഴുതുന്നതെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടിയാലും ഇപ്പോൾ ഒരു സെക്ഷണൽ കട്ട് ഓഫ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 40 മാർക്കിൻ്റെ ഒരു ക്വാണ്ടിൽ എനിക്ക് ഒരു 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് വിചാരിക്കുക, എനിക്കത് സങ്കടം വരില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, 40-ൽ 15 എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയുള്ളൂ എങ്കിൽ ആ പേപ്പർ ടഫാണ്, ബാക്കിയുള്ളവർക്ക് അതിലും കുറവേ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെയാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നിരുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് അവിടെ ഒരു വിഷമം എനിക്ക് അവിടെ ഉണ്ടാകുമായിരുന്നില്ല എനിക്ക്. അപ്പം ഞാൻ എല്ലാ എക്സാം ഇപ്പോൾ കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഒരുപാട് എക്സാംസ് കിട്ടാതെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു എക്സാം രാവിലെ ക്ലറിക്കൽ എക്സാമാണ്, ഉച്ച തിരിഞ്ഞ് ഓഫീസർ എക്സാമാണ്, രണ്ടും ഒരു ദിവസം തന്നെയായിരുന്നു. ക്ലറിക്കൽ എക്സാം എനിക്ക് കിട്ടിയില്ല, അതിൻ്റെയാണ് റിസൾട്ട് ആദ്യം വന്നത്. എനിക്കത് ഭയങ്കര സങ്കടമായി എനിക്ക്. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ ഓഫീസറിൻ്റെ തോന്നുന്നു അതെനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ജയവും തോൽവിയും നമുക്ക് അതിൻ്റെ ഇടയിൽ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പിന്നെ കുറേയൊക്കെ നമ്മുടെ മൂഡിനും കൂടി നമുക്ക് ആശ്രയിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രഷറായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എപ്പോഴും എൻ്റെ ഏറ്റവും ബെസ്റ്റ് മൈൻഡോട് കൂടി പോയി എഴുതാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഓക്കെ. അപ്പോൾ അതേപോലെ ഏതെങ്കിലും എക്സാം എഴുതുമ്പോൾ സാറിന് കിട്ടാതെ പോയിട്ടുണ്ടോ? ഒരുപാട് എക്സാംസ് കിട്ടാതെ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ എക്സാം ഈ പറഞ്ഞ എക്സാംസ് പോലെ തന്നെ കിട്ടാതെ പോയിട്ടുണ്ട്. ഈവൻ SBIയിൽ ഞാൻ കയറിയതിന് ശേഷം ഞാൻ SBIയുടെ എക്സാം എഴുതിയിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. ഓക്കെ. ഞാൻ എഴുതി മുമ്പ് പാസ്സായ എക്സാം തന്നെ പിന്നെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പ്രിപ്പറേഷനിൽ വരുന്ന കുറവുകളുണ്ടാവാം, പിന്നെ ആ ദിവസങ്ങളിൽ നമുക്ക് വരണം ഉറക്കം, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മളെ ബാധിക്കുന്നുള്ളതാണ്. അപ്പം അന്നത്തെ ദിവസം എനിക്കറിയാം ഹറിബറിയായിട്ടാണ് എക്സാം സെൻറ്ററിലേക്ക് ഞാൻ കയറിയത്. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഞാൻ പോയത് ഞാൻ. അപ്പം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് അതിൽ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടിയതിന് ശേഷമാണല്ലോ ഈ എക്സാംസ് എഴുതുന്നത്. അപ്പം എനിക്ക് എപ്പോഴും എന്തായാലും റിലാക്സ്ഡ് ആയിട്ട് തന്നെ എഴുതാം. കാരണം ഇത് കിട്ടണം എന്നുള്ള അതിയായിട്ടുള്ള പ്രഷറൊന്നും എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല. കിട്ടിയ എക്സാംസ് പോലെ തന്നെ ഒരു 10-12 എക്സാംസിങ്ങനെ ചുരുങ്ങിയതേക്ക് കിട്ടാതെയും പോയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മറ്റാരും യൂസ് ചെയ്യാത്ത സ്ട്രാറ്റജീസ് ലൈക്ക് ഓൾ സ്ട്രാറ്റജീസ് സാർ യൂസ് ചെയ്തിട്ടുണ്ടോ? സ്ട്രാറ്റജി എന്ന് പറയാനായിട്ട് അതൊരു ഓർഡർ ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യും. മാത്സിൽ സ്റ്റാർട്ട് ചെയ്ത് എനിക്കറിയാം എത്ര നേരം ചെയ്താലാണ് എൻ്റെ ഒരു ലിമിറ്റ് ആവാന്നുള്ളത് എനിക്കറിയാം. ആ ലിമിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്താ ചെയ്യുക, 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബ്രെയിൻ ഭയങ്കര ഒരു ഇതാവും, നമുക്ക് തീരെ പഠിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളവിടെ ബ്രേക്ക് എടുക്കും നമ്മൾ. പക്ഷെ ബ്രേക്ക് എടുത്തതിന് പിന്നെ വീണ്ടും നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ബ്രെയിനെ നമ്മളവിടെ പുഷ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്കിപ്പോൾ ഒരു 1 മണിക്കൂർ പഠിച്ചു, എൻ്റെ ബ്രെയിൻ ഒന്ന് എക്സോസ്റ്റഡ് ആയെന്ന് തോന്നി കഴിഞ്ഞാലും പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ പുഷ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്ര ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 200 ക്വസ്റ്റ്യൻസ് മാത്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര ടൈം എടുക്കുന്നോ ആ ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വലിയൊരു ബ്രേക്ക് ഞാൻ എടുക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ടൈം എന്നുള്ള എനിക്കൊരു കൺസിഡർ ആയിട്ട് വന്നിരുന്നില്ല. പിന്നെ ഞാൻ ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ തല പുകയിടുമെന്ന് കാണുമ്പോൾ ഒരു ബാത്ത് എടുക്കും.
ഓക്കെ. തലയെക്കൂടെ ബാത്ത് എന്ന് പറഞ്ഞാൽ തലയെക്കൂടെ വെള്ളം ഇങ്ങനെ മുക്കി ഒഴിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഞാൻ ഒരു 7-8 പ്രാവശ്യമൊക്കെ ഒരു ദിവസം കുളിക്കാന്ന് പറഞ്ഞാൽ ശരീരശുദ്ധി വരുത്തുക എന്നുള്ളതല്ല, തലയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ, അത് മനസ്സിനാണ് അതിന്റെ ഒരു ഇത് കിട്ടുന്നത്. അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള വശം ഉണ്ടോന്ന് അറിയില്ല. തലയിൽ കുറച്ച് ഇങ്ങനെ പച്ചവെള്ളം ഇങ്ങനെ മുക്കി ഒഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ നമുക്കൊരു കാംനെസ് നമുക്ക് വരും, കുറച്ചുകൂടെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറെ ഓഡ് സ്ട്രാറ്റജീസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെയിലി പഠിക്കുമ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല? കുറവാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ടാർഗറ്റ് വെക്കും. ഞാനൊരു മൂവി ബഫും കൂടിയാണ്. എനിക്ക് ടാർഗറ്റ് വെച്ചാൽ ആ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഫ്രണ്ട്സിനെ കാണാൻ പോവുള്ളൂ, അല്ലെങ്കിൽ മൂവീസിന് പോകുള്ളൂ. അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു റിവാർഡാണ്. കാരണം ഒരു ആൾക്കും ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ പഠിക്കാൻ പറ്റില്ല. നമുക്ക് കൊച്ചു കൊച്ചു റിവാർഡ്സ് നമുക്ക് ഇടയ്ക്ക് കിട്ടിയാലാണ് നമുക്കൊരു മോട്ടിവേഷൻ വരുള്ളൂ. ഇത്രയും ഭാഗം നീ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്ന മൂവി നിങ്ങൾക്ക് കാണാനായിട്ട് പോവുക. അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു റിവാർഡാണ്. അങ്ങനെ ഞാൻ എന്നെ തന്നെ പറ്റിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അടിപൊളി. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതേപോലെ യൂട്യൂബിൽ കുറേ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഓക്കെ, ഞാൻ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ആ സമയത്ത് ഇല്ല. നമുക്ക് ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ആ ബുക്ക് മാത്രം നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ഏതൊക്കെയാണ് ബുക്സ് എന്നുള്ളത് ഇപ്പോഴും എൻ്റെ ലൈബ്രറിയിലുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. ഒരു 500-1000 മേലെ ബുക്സ് എല്ലാ ഇതിൽ നിന്ന്. അപ്പോൾ എവിടെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാലും ലേറ്റസ്റ്റ് കണ്ടാലും ഞാൻ വാങ്ങി വെക്കുന്നത്. കാരണം എനിക്കറിയാത്ത ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഒരുപാടുള്ള കാരണം ഏതാണ് കറക്റ്റായിട്ട് പഠിക്കേണ്ടതെന്നുള്ള കുട്ടികൾക്ക് വലിയ ധാരണ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കാൻ പറ്റണം. അപ്പോൾ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അതിൽ നിന്ന് നല്ല ചാനൽസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, നല്ല ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ബുക്ക് എന്നുള്ളതല്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് ബുക്കാണ് ബെസ്റ്റ് എന്നുള്ളത്. നമുക്ക് ഒന്നിനും ഒരു ഉത്തരം പറയാനില്ല. ഏത് വ്യക്തിയാണ് ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. ഓരോ വ്യക്തികളിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവുന്നതാണ്. എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ നല്ലത് എടുക്കുക. നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറ്റം പറയാൻ നിൽക്കണ്ട, അത് നമ്മൾ തള്ളിക്കളയുക. വേറെ ബുക്കിൽ നിന്ന് നല്ലത് എടുക്കുക. കാരണം ഇതൊക്കെ നമ്മളെയാണ് പേഴ്സണലി നമ്മളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ബുക്സ് വാങ്ങി വയ്ക്കാതെ ഒരു സബ്ജക്റ്റിൻ്റെ 2-3 ബുക്സ് മാക്സിമം ഉണ്ടെങ്കിൽ അതിനെ മാത്രം വിശ്വസിച്ച് നമ്മുടെ പ്രോസസ്സിനെയും കൂടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് വരും. അപ്പോൾ സാർ, ഇപ്പോൾ നമുക്ക് കുറേ ഓൺലൈൻ വഴി കോഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ സ്വയം പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ കോഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സെൽഫ് സ്റ്റഡിയിലൂടെ തന്നെ നമുക്ക് അത്യാവശ്യം ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഭയങ്കര വലുതാണ്. കാരണം ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഈ മറ്റുള്ള കുട്ടികൾ ഇതിനെ ആശ്രയിക്കുമ്പോൾ നമ്മളിതൊന്നും യൂസ് ചെയ്യാതെ ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചൂസ് ചെയ്യണം നമ്മൾ, പക്ഷെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കണം. ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതിലൂടെ ഞാൻ ഇത്ര നാൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക്. അപ്പം എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ചിലപ്പോൾ 2 മാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു വരിയിലൂടെ ഒരു പറഞ്ഞു. അപ്പൊ നമുക്ക് തോന്നും ഓക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ. അപ്പൊ നമ്മുടെ ഒരു ആ പഠനത്തിൽ അത്രയും ടൈം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും നമുക്ക്. പക്ഷെ അത് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് യൂസ്ഫുൾ ആവുന്നതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പം നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തലേ ദിവസമാണ് നമ്മളിരുന്ന് പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തലേ ദിവസം പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് സാറ് അവരോട് പറയാനുള്ള എന്താണ്? എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന തലേ ദിവസമായിരിക്കും അവർ പഠിച്ചു തുടങ്ങുന്നുണ്ടാവുക അല്ല. അപ്പൊ അങ്ങനത്തെ സ്റ്റുഡൻസിനോട് എന്താണ് സാറിന് പറയാനുള്ളത്? കണ്ടുവരുന്ന തെറ്റായുള്ള പ്രവണതയാണ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് കുട്ടികൾ പഠിക്കാനിരിക്കുക. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു PSC എക്സാം പോലെ അല്ല, ഒരു ഗവൺമെന്റ് എക്സാമിലും ബാങ്ക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട് നമുക്ക്. കാരണം മോർ ഓർ ലെസ് ഇത് എല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു എക്സാമാണ്. അപ്പം അതിനൊരു പീരീഡ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം SBI POന്റെയും ക്ലർക്കിൻ്റെയും ഒക്കെ നോട്ടിഫിക്കേഷൻസ് വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സൈക്കിൾ ഇങ്ങനെ പിന്തുടരും. ഇനി അത് കഴിഞ്ഞാൽ IBPS എക്സാംസ് വരും, SSC എക്സാംസ് വരും. അപ്പോൾ ഈ വർഷം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും അടുത്ത വർഷം ഇത് റിപ്പീറ്റ് ആയിട്ട് വരും എന്നുള്ളത് നമുക്ക് അറിയാം നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് 2025-ലും 2026-ലും ഏത് സമയത്താണ് ഈ എക്സാംസ് വരാമെന്ന് അറിയാമെന്നിരിക്കെ നമ്മൾ എന്തിനാണ് കറക്റ്റ് നമ്മളെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്രം പ്രിപ്പയർ ചെയ്യണേ? പ്രിപ്പയർ ചെയ്യണോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അവർ 1 വർഷം 2 വർഷം മുമ്പ് അവർ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് 2 മാസം കൊണ്ട് പഠിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് റിസൾട്ടിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾ എക്സാം വന്നു കഴിഞ്ഞാൽ നാളേക്കൊന്നും വെക്കാതെ നിങ്ങൾ പഠിക്കുക.
പഠിച്ചെഴുതുക. ഒരു പക്ഷേ 2 മാസം കഴിഞ്ഞ് നിങ്ങൾ എഴുതുന്ന എക്സാമിൽ നിങ്ങൾ അണ്ടർ കുക്ക്ഡ് ആയിരിക്കും, മാർക്ക് വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ചാൽ മാർക്ക് കുറവാണ്, ഇത് എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്യും, വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോകും. അത് ചെയ്യരുത്. കാരണം ഞാൻ കോമ്പീറ്റ് ചെയ്ത് 2-3 വർഷം പഠിച്ചവനായിട്ടാണ്, ഞാൻ 2 മാസമേ പഠിച്ചിട്ടുള്ളൂ. 2 മാസം പഠിച്ചപ്പോഴേക്കും ഇത്ര മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ ഒന്നും കൂടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ആഴത്തിൽ കിട്ടുമെന്ന് വിചാരിച്ച് ഇന്ന് തൊട്ട് തന്നെ സമയം കളയാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ടിൽ എത്താനായിട്ട് പറ്റും. ബാങ്ക് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു 6 to 8 months പഠനമാണ് നമുക്ക് മാക്സിമം വേണ്ടത്. നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഇതുണ്ടെങ്കിൽ മാക്സിമം ഞാൻ പറയുന്നത് ഒരു 1-1.5 വർഷം അതിനുള്ളിൽ നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. കാരണം നമുക്ക് കണ്ടന്റ് വളരെ കുറവാണ്. ഒരു PSC എക്സാം പോലെ കലാകാലങ്ങൾ ഇന്ന് പഠിക്കാനുള്ള അത്രയും കണ്ടന്റ് വരുന്നില്ല. നമുക്ക് സ്ട്രാറ്റജി പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 to 8 months നമ്മുടെ കണ്ടന്റ് നമുക്ക് തീർത്തുകൊണ്ട് ഒരു 1-1.5 വർഷത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും നമുക്കൊരു എക്സാം നമുക്ക് സുഖമായിട്ട് നമുക്ക് നേടാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു SBI ബാങ്ക് ജോലി എന്ന് പറയുമ്പോൾ ഒരു ഡ്രീം ജോബാണ് എല്ലാവർക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഒരു ബാങ്ക് ജോബ് എടുത്തു കഴിഞ്ഞാൽ സെക്യൂർ ആണ്, ഗവൺമെൻറ് ജോബ് കിട്ടിയാൽ സെക്യൂർഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് കിട്ടിയിട്ടും സാർ എന്തുകൊണ്ട് ഈ ഫീൽഡ് ചൂസ് ചെയ്തു? നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോബാണ്, ഞാനും വളരെയധികം ആഗ്രഹിച്ചൊരു ജോബാണ്. എന്തുകൊണ്ട് SBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുമല്ലോ, ഏറ്റവും വലിയ ബാങ്കാണ് SBI. SBI നമ്മൾ നല്ലൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതാണ്. മറ്റു പല ബാങ്കുകൾ കിട്ടിയിട്ട് ഞാൻ പോവാത്തതിന്റെ റീസൺ അത് തന്നെയാണ്, SBI നിന്നു എന്നുള്ളതാണ്. ഈവൻ എനിക്ക് എൻ്റെ ഇടയിൽ SSC CGL ഞാൻ ക്രാക്ക് ചെയ്തിരുന്നു, ഓൾ ഇന്ത്യ റാങ്ക് 256 ആയിരുന്നു എനിക്ക്. എന്നിട്ടും ഞാൻ SBI നിൽക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോബായിരുന്നു എനിക്ക്. പക്ഷെ നമുക്ക് ഏതൊരു സ്റ്റേജ് എത്തുമ്പോഴും നമുക്കൊരു തോട്ട് വരും. നമുക്കൊരു പാഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഏതെങ്കിലും കാര്യത്തിൽ നല്ലൊരു പാഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ജോബാണോ, ബാങ്ക് ജോബാണോ അല്ല ടീച്ചിങ് ആണോ എന്നുള്ള ഒരു ഘട്ടം എനിക്ക് വന്നു. കാര്യം ബാങ്ക് ജോബ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ പാരലായിട്ട് ഞാൻ ടീച്ചിങ്ങും കൊണ്ട് നടന്നിരുന്നു. എത്ര വർഷം എനിക്ക് ബാങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ അത്രയും വർഷം എനിക്ക് ടീച്ചിങ്ങിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഏതാണ് കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയത്, ഇൻഫാക്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ കൊറോണ ടൈമൊക്കെ വന്ന സമയത്ത് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരുപാട് റിസൾട്ട്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി കുട്ടികൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു 28ാമത്തെ വയസ്സിൽ ഞാൻ ഈ എക്സാംസ് എഴുതുന്നത് നിർത്തിയ ഒരാളാണ്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ എക്സാം എഴുതും, നീ കിട്ടും, എന്നിട്ട് നീ അതിന് പോവില്ല, വീണ്ടും എക്സാം എഴുതും, നീ അപ്പൊ എന്തിനാ അതിന് വേണ്ടി ബുദ്ധിമുട്ട്? കാരണം ബാങ്ക് എക്സാമിന് നമുക്ക് അറിയാം 700-800 രൂപയ്ക്ക് കൊടുത്താലാണ് നമുക്ക് അത് ചെയ്ത് നമ്മൾ പോകണം. പൈസ നീ വെറുതെ കളയണു, ഒരു ദിവസത്തെ നമ്മുടെ അധ്വാനം പോണു, ലീവ് എടുത്ത് നമ്മൾ പോകുന്നു, നമ്മൾ എന്തിനങ്ങനെ ചെയ്യണെന്ന്. അപ്പൊ അച്ഛൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നീ ഇത്ര ലിസ്റ്റിൽ നീ വന്നു, നീ പക്ഷെ അതിലൊരു ജോലി നീ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അത് തന്നെ നീ പല കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ആ കുട്ടികൾ നിന്നിലൂടെ പല ലിസ്റ്റുകളിൽ വന്നു കഴിഞ്ഞാൽ അത്രയും ജോലികൾ അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഒരു 36 പേർക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ 36 കുടുംബങ്ങൾ അവിടെ സെക്യൂർഡ് ആയി എന്നുള്ളതാണ്. അതിനുള്ള വഴി നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഈ ടീച്ചിങ്ങിനെ കുറച്ചും കൂടെ പാഷനേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഒരുപാട് റിസൾട്ട്സ് എനിക്ക് കോവിഡ് ടൈമിൽ എനിക്ക് PSC ആണെങ്കിലും SSC ബാങ്ക് എക്സാംസ് ആണെങ്കിലും കുറേ റിസൾട്ട്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇവിടെ എന്തോ നമുക്ക് ഇനി ചെയ്യാനുണ്ടെന്നൊരു തോട്ട് പ്രോസസ്സ് വന്നു. പിന്നെ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് എടുത്തൊരു ഡിസിഷനാണ്. വൺസ് നമ്മൾ മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിട്ടില്ല. നല്ലൊരു ജോബ് തന്നെയാണ് ബാങ്ക് ജോബ് എന്ന് പറയുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. പക്ഷെ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് അവിടെ അല്ല. കാരണം ഞാൻ ചിന്തിച്ചത് ഒരാഴ്ച ഞാൻ ഇപ്പോൾ അവിടെ ലീവ് എടുത്തു കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ച് X or Y ആ ജോലി ചെയ്യുന്നുള്ളതാണ് ബാങ്കിൽ. പക്ഷെ ഞാൻ ഈ ഒരു ടീച്ചിങ് എന്നുള്ള മേഖലയിൽ ഞാൻ വരുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റും എന്നുള്ള തോന്നൽ വന്നപ്പോൾ ഇവിടെ ആയിരിക്കും എൻ്റെ ഒരു പാഷൻ, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും എൻ്റെ ഒരു ഭാവി എന്നൊരു തോട്ട് വന്നു. ഇനി ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഏജിൽ ഇപ്പോഴേ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് സ്റ്റേബിൾ ആവാൻ പറ്റുന്ന തോട്ടിലാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഞാൻ വരാനുള്ള കാരണം. സാർ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്തായിരിക്കും? ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള സമയം കൊടുക്കുക. ഇപ്പം നമ്മളൊരു 10th എക്സാം പാസ്സായി അല്ലെങ്കിൽ +2 എക്സാം നമ്മൾ പാസ്സായി, നമ്മൾ അതെല്ലാം നമ്മൾ അതിൻ്റെ സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. 10 വർഷം കൊണ്ടാണ് നമ്മൾ 10th സർട്ടിഫിക്കറ്റ് കിട്ടിയത്. +2 എക്സാം ആണെങ്കിൽ 2 വർഷം കൊണ്ട് പഠിച്ചു. നമ്മൾ ഒരു ഡിഗ്രി പഠിക്കാൻ വേണ്ടി നമ്മൾ 3 വർഷം എടുത്തു. നമ്മൾ പിന്നെ നമ്മളൊരു PG പഠിക്കണം, നമ്മൾ പിന്നെ ഒരു 2 വർഷം കൊണ്ട് പഠിക്കുകയാണ്. ഈ PGക്ക് ശേഷവും നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ വീണ്ടും പഠിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എത്ര തന്നെ പഠിച്ചാലും അത് ജോലിയിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് നിലവാരത്തിലുള്ളവർക്കും +2 നിലവാരത്തിലുള്ളവർക്കും ഒക്കെ പറ്റിയ എക്സാംസ് ഉണ്ട്.
അപ്പോൾ ഈ 10ാം ക്ലാസ് പഠിച്ചില്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രം പാസ്സായിട്ടുള്ള ഒരാൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ചെയ്യുന്നു. പക്ഷെ ഒരു ഡിഗ്രിയോ PGയോ ഒരു ബിടെക്കോ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല സാലറിയുള്ള ജോലി ഉണ്ടാവില്ല. നമ്മുടെ പഠനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് നമുക്ക് അവിടെ എന്ത് ഗുണമാണ് നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡിഗ്രിക്ക് ചേരും. ഡിഗ്രി പഠിക്കുന്ന സമയം തന്നെ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതിനുവേണ്ടി സെപ്പറേറ്റ് നിങ്ങൾ മാറ്റി വെക്കണ്ട. നിങ്ങൾ ഡെയിലി ഒരു 1-2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കൂ. നിങ്ങൾക്ക് 3 വർഷം ഡിഗ്രി കിട്ടുന്നില്ലേ? ഈ ഡിഗ്രി കഴിയുന്ന സമയം ആകുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം പ്രിപ്പയർഡ് ആയിട്ടാണ് എക്സാം എഴുതുന്നത് നിങ്ങൾ. പിന്നെ വേണമെങ്കിൽ മാത്രം നിങ്ങൾ 6 months 1 year ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യൂ. നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രിയിൽ നിന്നൊരു PGയിലേക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു വ്യത്യാസം നമുക്ക് അവിടെ വരുന്നില്ല. നമുക്കൊരു ക്വാളിഫിക്കേഷൻ കൂടിയെന്നല്ലാതെ ഒരു ജോലി മാർക്കറ്റിൽ നമുക്കത് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സമയം കൊടുക്കുക. നിങ്ങളിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു പഠിക്കാനിരിക്കുന്നു, 2 മാസം കൊണ്ടേക്ക് ജോലി കിട്ടണമെന്ന് കൊടുക്കാതെ നിങ്ങൾ ഡിഗ്രിക്ക് വേണ്ടി എങ്ങനെ ഒരു 3 വർഷം കൊടുത്തു, PGക്ക് വേണ്ടി എങ്ങനെ 2 വർഷം കൊടുത്തു, അതേപോലെ നിങ്ങൾ 1 വർഷം ഇതിനു വേണ്ടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഒരു എൻവയോൺമെന്റും കൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ 1 വർഷം എന്ന് പറയുന്നത് നമുക്ക് മോർ ദാൻ സഫീഷ്യന്റ് ആണ് നമുക്കൊരു ഗവൺമെന്റ് എക്സാം. കാരണം നമുക്ക് അത്രയും എക്സാംസ് ഉണ്ട്. നമുക്ക് എല്ലാ ലെവലിലും ഇപ്പോൾ ഗവൺമെന്റ് എക്സാംസും അല്ലെങ്കിൽ ബാങ്ക് എക്സാംസും ഒരു 30ഓളം എക്സാംസിൽ നമുക്ക് എല്ലാ വർഷവും നമുക്ക് എഴുതാനുള്ളത് ഉണ്ട്. നമുക്ക് അങ്ങനെ റിപ്പീറ്റായി വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നും നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് കിട്ടാതെ ഇരിക്കില്ല. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ സമയം കൊടുക്കുക. പിന്നെ ഇതിനോട് നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കണം. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ നിർബന്ധിച്ച് വിടാതെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടണമെന്ന ആഗ്രഹത്തോട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 1 year മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം പറയുന്നത്.